The Namesake is a novel written by Jhumpa Lahiri. ഈ ഒരു നോവൽ ഗോകുൽ ഗാംഗുലി എന്നൊരാളുടെ ലൈഫാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഹി ഈസ് എ സെക്കൻഡ് ജനറേഷൻ ഇന്ത്യൻ അമേരിക്കൻ who struggles with his name, identity and cultural belonging. ഒരു ഗോകുൽ ഗാംഗുലി എന്നൊരാൾ, അദ്ദേഹം സെക്കൻഡ് ജനറേഷൻ ഇന്ത്യൻ അമേരിക്കൻ ആണ്. അദ്ദേഹത്തിന്റെ സ്ട്രഗിൾസ് എന്താണ്? ഹിസ് നെയിം, ഐഡന്റിറ്റി ആൻഡ് കൾച്ചറൽ ബിലോങ്ങിങ്. ഇൻഡോ അമേരിക്കൻ, ഇന്ത്യൻ അമേരിക്കൻ സൈഡ് ഓഫ് ദ ഫാമിലീസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ജനറ്റിക്സ് ഇന്ത്യൻ അമേരിക്കൻ ആണ്. സോ he does struggle with his name, identity and cultural belonging. He doesn't know where he belongs to, which culture he belongs to. അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി, അദ്ദേഹത്തിന്റെ നെയിം, അദ്ദേഹത്തിന്റെ കൾച്ചറൽ ബിലോങ്ങിങ് എല്ലാം ഗോകുൽ ഗാംഗുലിക്ക് ഒരു കോൺഫ്ലിക്റ്റ് ആണ്. ഈ ഒരു ജേർണിയിലൂടെ ജുംബ ലഹരി പ്രസന്റ് ചെയ്യുന്നത് ഇമിഗ്രൻസ് ഫേസ് ചെയ്യുന്ന ഇമോഷണൽ കോൺഫ്ലിക്ട്സ്, ഇമിഗ്രൻസും അവരുടെ ചിൽഡ്രനും ഫേസ് ചെയ്യുന്ന ഇമോഷണൽ കോൺഫ്ലിക്ട്സ്, എസ്പെഷ്യലി ദ ടെൻഷൻ ബിറ്റ്വീൻ ട്രഡീഷൻ ആൻഡ് മോഡേൺ ലൈഫ്. ഇവിടെ ഗോകുൽ ഗാംഗുലി ഒരു ഇന്ത്യൻ അമേരിക്കൻ ആണ്. സോ he is from two different races. അപ്പൊ അദ്ദേഹം ഒരു എക്സാക്ട്ലി ഇമിഗ്രന്റ് എന്നും പറയാമെന്ന് അറിയത്തില്ല, ബട്ട് he faces the struggle. നെയിം രണ്ടിടത്തും റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത, ഇന്ത്യയിലോ അമേരിക്കയിലോ റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു നെയിമാണ്. ഐഡന്റിറ്റി അതുപോലെയാണ്. കൾച്ചറൽ ബിലോങ്ങിങ് എവിടെയാണെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല, ഏതാണ് സ്വീകരിക്കേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല. അപ്പോൾ ഇമിഗ്രൻസിന്റെയും അവരുടെ ചിൽഡ്രന്റെയും ഇമോഷണൽ കോൺഫ്ലിക്ട്സ്, എസ്പെഷ്യലി ദ ടെൻഷൻ ബിറ്റ്വീൻ ട്രഡീഷൻ ആൻഡ് മോഡേൺ ലൈഫ്. നേരത്തെ അവരെങ്ങനെ ജീവിച്ചിരുന്നു, അവരുടെ ഫോർഫാദേഴ്സ് എങ്ങനെ ജീവിച്ചിരുന്നു, അവരിപ്പോ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ള ആ ഒരു ക്ലാഷ്, അതൊരു വളരെ ടഫായിട്ടുള്ള ഇമോഷണൽ കോൺഫ്ലിക്റ്റ് ആണ്. ജുംബ ലഹരി ഒരു ഇന്ത്യൻ അമേരിക്കൻ റൈറ്റർ ആണ്, നോൺ ഫോർ ഹർ എക്സ്പ്ലോറേഷൻ ഓഫ് ഇമിഗ്രന്റ് എക്സ്പീരിയൻസസ് ആൻഡ് കൾച്ചറൽ ഐഡന്റിറ്റി. ഇമിഗ്രന്റ് എക്സ്പീരിയൻസസിനെയും കൾച്ചറൽ ഐഡന്റിറ്റിയെയും കുറിച്ചുള്ള എക്സ്പ്ലോറേഷൻ ആണ് ജുംബ ലഹരിയുടെ വർക്ക്സിലെ മെയിൻ ഒരു സെൻട്രൽ ഐഡിയ എന്ന് പറയുന്നത്. അവരുടെ വർക്ക്സ് ഫോക്കസ് ചെയ്യുന്നത് മെയിൻലി ഓൺ ദ ലൈവ്സ് ഓഫ് ഇൻഡിവിജ്വൽസ്. ഏത് ടൈപ്പ് ഓഫ് ഇൻഡിവിജ്വൽ? ദ പീപ്പിൾ ഹൂ ഫീൽസ് ട്രാപ്ഡ് ബിറ്റ്വീൻ ടു കൾച്ചേഴ്സ്. രണ്ട് കൾച്ചറിനിടയിൽ ട്രാപ്പായ ഇൻഡിവിജ്വൽസിന്റെ ലൈഫ്സിനെ ഫോക്കസ് ചെയ്താണ് ജുംബ ലഹരി ഓഫൺ എഴുതിയിരുന്നത്. ദ നെയിംസേക്കില് ഷീ ഡ്രോസ് ഫ്രം ഹെർ ഓൺ ബാക്ക്ഗ്രൗണ്ട്. സ്വന്തം ഫാമിലി, സ്വന്തം ഹിസ്റ്ററിയിൽ നിന്ന് കുറച്ച് കണ്ടന്റ് ഈ നോവലിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫോർ വാട്ട്? ടു പ്രസന്റ് എ ഡീപ്ലി പേഴ്സണൽ യെറ്റ് യൂണിവേഴ്സൽ സ്റ്റോറി ഓഫ് ബിലോങ്ങിങ് ആൻഡ് സെൽഫ് ഡിസ്കവറി. വളരെ ഡീപ്ലി പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം നോവലിൽ എഴുതി കഴിയുമ്പോൾ റീഡേഴ്സ് ദേ ഓൾസോ ഫീൽ ദ സെയിം. ഓതറിനത് ഡീപ്ലി പേഴ്സണൽ ആണെങ്കിൽ റീഡേഴ്സ് അത് തന്നെ എക്സ്പീരിയൻസ് ചെയ്യും. സോ ഡീപ്ലി പേഴ്സണൽ ആൻഡ് യൂണിവേഴ്സൽ സ്റ്റോറി ഓഫ് ബിലോങ്ങിങ് ആൻഡ് സെൽഫ് ഡിസ്കവറി പോർട്രേ ചെയ്യാനായിട്ടാണ് ഈ വർക്കിലൂടെ ജുംബ ലഹരി ട്രൈ ചെയ്യുന്നത്. അതാണ് ഇന്റൻഷൻ. ബിലോങ്ങിങ് ആൻഡ് സെൽഫ് ഡിസ്കവറി അത് ഇൻഡിവിജ്വൽ, ഡീപ്ലി പേഴ്സണൽ അല്ലെങ്കിൽ യൂണിവേഴ്സൽ സ്റ്റോറി ആവാം, ബട്ട് belonging and self discovery is very important. ജുംബ ലഹരി ദ നെയിംസേക്ക് എന്ന നോവലിലൂടെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഐഡിയ ആണ് പ്രസന്റ് ചെയ്യുന്നത്. എന്താണ് ആ ഐഡിയ? നെയിം ഇസ് നോട്ട് ജസ്റ്റ് എ ലേബൽ ബട്ട് എ കീ പാർട്ട് ഓഫ് ഐഡന്റിറ്റി. ഒരു ഇൻഡിവിജ്വലിന്റെ ലേബൽ മാത്രമല്ല ഹിസ് നെയിം, അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റിയുടെ ഒരു കീ പാർട്ടും കൂടിയിട്ടാണ്. അപ്പോ ഫോർ ഗോകുൽ ഹിസ് നെയിം ബിക്കംസ് എ സോഴ്സ് ഓഫ് കൺഫ്യൂഷൻ, എംബാരസ്മെന്റ് ആൻഡ് കോൺഫ്ലിക്റ്റ്. വൈ? ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് ഫിറ്റ് ഈസിലി ഇൻ ടു ഈതർ ഇന്ത്യൻ ഓർ അമേരിക്കൻ കൾച്ചേഴ്സ്. ഇൻഡോ അമേരിക്കൻ ആണ്, സോ ഹി ഫീൽസ് എംബാരസ്മെന്റ്, കൺഫ്യൂഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് ബിക്കോസ് ഹി ഡസൻറ്റ് ഫിറ്റ് ഈസിലി, ഹിസ് നെയിം doesn't fit easily into either cultures.
നമ്മൾ പറഞ്ഞു ലേബൽ മാത്രമല്ല ഒരു നെയിം, ഒരു ഇൻഡിവിജ്വലിന്റെ നെയിം, അത് അദ്ദേഹത്തിന്റെ ആ ഇൻഡിവിജ്വലിന്റെ പാർട്ട് ഓഫ് ആൻ ഐഡന്റിറ്റിയും കൂടെയാണ്. സോ ഈ നെയിം, the fact that he is struggling with his name, അത് എന്തിനാണ് റിഫ്ലക്ട് ചെയ്യുന്നത്? What does it reflect? It reflects a deeper struggle with who he is. The question of identity, അതാണ്, the question of identity is deeply related to the deeper struggle of who he is. Ashok Ganguly, Ashima Ganguly, a young couple from India who moved to the United States. ഇവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ജുംബ ലഹരി ഈ നോവൽ ബിഗിൻ ചെയ്യുന്നത്. The story of Ashok Ganguly and Ashima Ganguly. യങ് കപ്പിൾ ആണ് ഫ്രം ഇന്ത്യ who moved to the United States. അവിടെ they face loneliness, cultural isolation and challenges of adapting to a new environment. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒബ്വിയസ്ലി പുതിയൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ they face loneliness. അവിടെ കൾച്ചറൽ ഐസൊലേഷൻ ഉണ്ടാവുന്നുണ്ട്, കാര്യം ഇന്ത്യൻ കൾച്ചർ അല്ല അവിടുത്തെ കൾച്ചർ. ആൻഡ് ഓഫ് കോഴ്സ് ദ ചാലഞ്ചസ് ഓഫ് അഡാപ്റ്റിംഗ് ടു എ ന്യൂ എൻവിറോൺമെന്റ്. US ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻവിറോൺമെന്റ് ആണ്. അതിനെ അഡാപ്റ്റ് ചെയ്യാനായിട്ട് they took time. They faced loneliness, cultural isolation and everything else. അങ്ങനെ their son Gogol എന്നാണ് സണ്ണിന്റെ പേര്. He is born in America and grows up caught between two worlds. Parents Indian origin ആണ്, but he is born in America. So he is really caught between two worlds. രണ്ട് കൾച്ചറിനിടയിൽ സ്റ്റക്കായി നിൽക്കുകയാണ് ഗോകുൽ ഗാംഗുലി. അദ്ദേഹത്തിന്റെ അൺയൂഷ്വൽ നെയിം, ഗോകുൽ ഗാംഗുലി എന്നുള്ള അൺയൂഷ്വൽ നെയിം is inspired by the Russian writer Nikolai Gogol. നിക്കോളൈ ഗോഗോൾ എന്നുള്ള ഒരു റഷ്യൻ റൈറ്ററിന്റെ ഇൻസ്പിറേഷനിലൂടെയാണ് അദ്ദേഹത്തിന്റെ പേരൻസ് ഇദ്ദേഹത്തിന് ഗോകുൽ ഗാംഗുലി എന്ന് പേരിടുന്നത്. ബട്ട് ദിസ് ബിക്കംസ് എ സെൻട്രൽ ഇഷ്യൂ ഇൻ ഹിസ് ലൈഫ്. ഈ പേര് തന്നെ ഇദ്ദേഹത്തിന്റെ ലൈഫ് ഒരു സെൻട്രൽ ഇഷ്യൂ ആയിട്ട് മാറുകയാണ്. ഒരു ചൈൽഡ് ആയിരുന്നപ്പോൾ ഗോഗോൾ he felt embarrassed by his name and struggled to fit in with the American society. ഇങ്ങനൊരു weird നെയിമുമായിട്ട് വന്നൊരു ബോയ്, he struggled to fit in with the American society. Embarrassed ആയിരുന്നു by his name. അങ്ങനെ as he grew older, he decides to change his name to Nikhil. അപ്പോൾ വലുതായി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഒരു കാര്യം ചെയ്യാം, പേര് മാറ്റാം, നിഖിൽ എന്ന പേരിലേക്ക് മാറ്റാം. hoping to reinvent himself. അദ്ദേഹത്തിന് പേര് മാറ്റിക്കഴിഞ്ഞാൽ ഒരു സെൽഫ് റീഇൻവെൻഷൻ ആവും എന്നുള്ള ഒരു ഹോപ്പാണ് ഈ ഒരു ബോയിൽ കാണുന്നത്. ഇറ്റ്സ് നോട്ട് മോർ എ ചൈൽഡ്, മേ ബി എ ടീനേജർ ആയിരിക്കാം. സോ ഹി ഡിസൈഡ്സ് ടു ചേഞ്ച് ഹിസ് നെയിം ഇൻടു നിഖിൽ. എന്തിനാണ്? അവനവന്റെ ഇൻഡിവിജ്വാലിറ്റിയെ റീഇൻവെന്റ് ചെയ്യാനായിട്ട്, ഒരു ഹോപ്പ്. അപ്പോൾ ഈ ഒരു ട്രോമയുടെ ഭാഗമായിട്ട് he distances himself from his family and Indian traditions. സ്വന്തം ഫാമിലിയിൽ നിന്നും ഇന്ത്യൻ ട്രഡീഷൻസിൽ നിന്നും ഡിസ്റ്റന്റ് ആവാൻ തുടങ്ങി. അമേരിക്കൻ ഐഡന്റിറ്റിയെ കൂടുതൽ മനസ്സിലാക്കാനും എംബ്രേസ് ചെയ്യാനും ട്രൈ ചെയ്തു. ബിക്കോസ് he wanted to belong to the American society. He is living there, he has to. അപ്പോൾ ആ ഒരു ബാലൻസ് കണ്ടുപിടിക്കുന്നതിന് പകരം he tries to move more towards American identity, ignoring his own Indian traditions and keeping distance from his own family. ആ ഒരു ബാലൻസ് ആണ് അവിടെ മിസ്സായി പോയത്. അപ്പോൾ ഒരു അമേരിക്കൻ ഐഡന്റിറ്റിയെ കൂടുതൽ എംബ്രേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് ഗോകുൽ ഗാംഗുലി. പക്ഷേ as he matures, he begins to realize that importance of his roots, especially after the death of his father Ashok. അദ്ദേഹത്തിന്റെ ഗോകുൽ ഗാംഗുലിയുടെ ഫാദർ അശോകിന്റെ ഡെത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് ആസ് എ മെച്യൂർ പേഴ്സൺ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹിസ് റൂട്ട്സ്. റൂട്ട്
റൂട്ട്സ്, അവനവൻ്റെ റൂട്ട്സിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകാൻ തുടങ്ങിയത് ആസ് എ മെച്യൂർ പേഴ്സൺ എപ്പോഴാണ്? ആഫ്റ്റർ ഹിസ് ഫാദർ അശോക്സ് ഡെത്ത്. ഈ ഒരു ഇവന്റ് അദ്ദേഹത്തിൻ്റെ ഗോകുൽ ഗാംഗുലിയുടെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ആ ഒരു ടേണിംഗ് പോയിന്റ് എന്താണ് സിഗ്നിഫൈ ചെയ്യുന്നത്? ഇറ്റ് ലീഡ്സ് ഗോകുൽ ടു റീകണക്ട് വിത്ത് ഹിസ് ഫാമിലി ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ഡീപ്പർ മീനിങ് ഓഫ് നെയിം ആൻഡ് ഹെറിറ്റേജ്. അമേരിക്കൻ സൊസൈറ്റിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ച ഗോകുൽ ഗാംഗുലി പേര് മാറ്റി നിഖിലിലേക്ക് ആകാൻ ശ്രമിച്ചു. ബട്ട് വെൻ ഹിസ് ഫാദർ പാസ്ഡ് അവേ ഹി റിയലൈസ്ഡ് ഇനി അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. സോ ഹി ഹാസ് ടു ഗോ ബാക്ക് ടു ഹിസ് റൂട്ട്സ്, ടു ഹിസ് ഫാമിലി, ടു ഹിസ് കൾച്ചർ, ആൻഡ് ഹി മസ്റ്റ് എംബ്രേസ് ഹിസ് നെയിം, റിയൽ നെയിം. ആ ഒരു ഹെറിറ്റേജിനെ, അതിൻ്റെ മീനിങ്ങിനെ മനസ്സിലാക്കാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ശ്രമിക്കണമെന്ന് ഗോകുൽ ഗാംഗുലി ആസ് എ മെച്യൂർ പേഴ്സൺ മനസ്സിലാക്കി. ഈ നോവലിൻ്റെ എൻഡോട് കൂടിയിട്ട് ഗോകുൽ കംസ് ടു ആക്സെപ്റ്റ് ഹിസ് ഐഡൻറ്റിറ്റി, റെക്കഗ്നൈസിങ് ദാറ്റ് ഇറ്റ് ഈസ് ഷേപ്ഡ് ബൈ ബോത്ത് ഹിസ് ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് അമേരിക്കൻ അപ്ബ്രിങ്ങിങ്. അത് ജനിച്ചത് ഇന്ത്യയിലാണ്, ബട്ട് ഹിസ് അപ്ബ്രിങ്ങിങ് വാസ് ഇൻ അമേരിക്ക. സോ എൻഡ് ഓഫ് ദ നോവലിൽ ഗോകുൽ ആ ഒരു റിയലൈസേഷനിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഹീസ് എ മെച്യൂർ പേഴ്സൺ, ആൻ അഡൽട്ട്. ഹി കംസ് ടു അക്സെപ്റ്റ് ഹിസ് റിയാലിറ്റി, ഹിസ് ഐഡൻറ്റിറ്റി. അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ ഐഡൻറ്റിറ്റിയെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി. എങ്ങനെയാണ്? ബൈ റെക്കഗ്നൈസിങ് ദാറ്റ് ദിസ് ഐഡൻറ്റിറ്റി which belongs to him is shaped by both his Indian background and American upbringing. Background Indian ആണെങ്കിലും upbringing American ആണ്. So he realized that he has to accept, he has to come to terms with the fact that he has to follow both the traditional and the modern concepts around him. അത് അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി, ഇന്ത്യൻ ഐഡൻറ്റിറ്റി ഒരു പ്രശ്നമല്ല. അമേരിക്കൻ ഐഡൻറ്റിറ്റിയും ഇന്ത്യൻ ഐഡൻറ്റിറ്റിയും ഒരുമിച്ച് കണ്ടിന്യൂ ചെയ്ത് പോവാം. ഇന്ത്യൻ ഒറിജിനാണ്, അപ്ബ്രിങ്ങിങ് ആണ് അമേരിക്കയിൽ. സോ ഹി ആസ് എ മെച്യൂർ പേഴ്സൺ റിയലൈസസ് ദാറ്റ് ഹി കുഡ് മാനേജ് വിത്ത് ബോത്ത്. ആ ഒരു റിയലൈസേഷനാണ് ഇതിൻ്റെ സെൻട്രൽ ഐഡിയ എന്ന് പറയുന്നത് ഈ നോവലിൻ്റെ. That is what Jhumpa Lahiri is trying to portray. ഒന്നുകൂടെ മെൻഷൻ ചെയ്യുകയാണ്, ബൈ ദ എൻഡ് ഓഫ് ദ നോവൽ. അപ്പോൾ ഫാദറിൻ്റെ ഡെത്തിന് ശേഷമാണ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ റിയലൈസേഷൻ വന്നു തുടങ്ങുന്നത് ഗോകുലിന്. ആൻഡ് ബൈ ദ എൻഡ് ഓഫ് ദ നോവൽ ഗോകുൽ കംസ് ടു ആക്സെപ്റ്റ് ഹിസ് ഐഡൻറ്റിറ്റി. ഇന്ത്യൻ ഐഡൻറ്റിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ ഗോകുൽ പഠിച്ചു. റെക്കഗ്നൈസിങ് ദാറ്റ് ഈ ഒരു ഐഡൻറ്റിറ്റി, അദ്ദേഹത്തിൻ്റെ സ്വന്തം ഐഡൻറ്റിറ്റി ഈസ് ഷേപ്ഡ് ബൈ ബോത്ത് ഹിസ് ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് അമേരിക്കൻ അപ്ബ്രിങ്ങിങ്. ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ആണ്, ഇന്ത്യൻ റൂട്ട്സ് ആണ്, പക്ഷെ അപ്ബ്രിങ്ങിങ് അമേരിക്കൻ ആണ്. സോ ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഐഡൻറ്റിറ്റി ഈസ് ഷേപ്ഡ് ബൈ ബോത്ത് ഓഫ് ദിസ് ഐഡൻറ്റിറ്റീസ്, ബോത്ത് ഓഫ് ദിസ് കൾച്ചേഴ്സ്. ഇന്ത്യൻ കൾച്ചറുണ്ട്, അമേരിക്കൻ കൾച്ചറുണ്ട്. ആ രണ്ട് കൾച്ചേഴ്സും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് വാട്ട് ഹിസ് ഐഡൻറ്റിറ്റി ഈസ് നൗ. അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് ഇന്ത്യൻ ആൻഡ് അമേരിക്കൻ കൾച്ചറിലൂടെയാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. ഗോകുൽ ഗാംഗുലി ഒരു കോംപ്ലക്സ് ക്യാരക്ടറാണ്, who represents the struggle of second generation immigrants. ഒരു കോൺഫ്ലിക്റ്റഡ് ഇൻഡിവിജ്വൽ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്, torn between two cultures and unsure of where he truly belongs to. Even though his roots are from India, his upbringing is from America. So there is a clash between cultures, two cultures, and he is unsure of where he truly belongs to. Identity, true identity എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. The theme of identity, first theme, identity, central to the novel ആണ്. Why? Because Gokul searches for a sense of self. Sense of self is directly related with the sense of identity. അപ്പോൾ അവിടെ ഇങ്ങനെ പേര് പോലും ഹ്യൂമിലിയേഷൻ, എംബാരസ്മെന്റ് ഉണ്ടാക്കുന്ന ഒരാൾക്ക് he is struggling in a search for his own identity. അടുത്ത തീം ബിലോങ്ങിങ് ആണ്, another key theme. എന്തുകൊണ്ട്?
both Gogol and his parents are trying to find their place in a foreign land. അവർ ഇന്ത്യയിൽ നിന്ന് USA migrate ചെയ്തതാണ്, but they in the hope for a better life. പക്ഷെ they are struggling there too for a place, for their place in the foreign land. Cultural conflict എന്നുള്ള ഒരു തീമും കൂടെ ഈ നോവൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, highlighting the difference between Indian traditions and American lifestyle. ഇന്ത്യൻ ട്രഡീഷൻസും അമേരിക്കൻ ലൈഫ് സ്റ്റൈൽസും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെ ഹൈലൈറ്റ് ചെയ്യുകയാണ്. പിന്നെ കൾച്ചറൽ കോൺഫ്ലിക്റ്റ്. These themes show how identity is shaped by family, culture and personal experience. എങ്ങനെയാണ് പേഴ്സണൽ എക്സ്പീരിയൻസ്, ഫാമിലി, കൾച്ചർ ഇതെല്ലാം ഒരു ഹ്യൂമൻ്റെ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഐഡൻറ്റിറ്റിയെ ഷേപ്പ് ചെയ്യുന്നതെന്നുള്ള ഒരു റെഫറൻസ് ആണ് ജുംബ ലഹരി ദ നെയിംസേക്ക് എന്ന നോവലിലൂടെ തരുന്നത്. റിഫ്ലക്റ്റീവ് ആൻഡ് ഇമോഷണൽ ആയിട്ടുള്ള ടോണാണ്. വൈ? ബിക്കോസ് ലഹരി പ്രസൻസ് ക്യാരക്ടേഴ്സ് എക്സ്പീരിയൻസസ് വിത്ത് സെൻസിറ്റിവിറ്റി ആൻഡ് ഡെപ്ത്. ഓരോ ക്യാരക്ടറിൻ്റെയും എക്സ്പീരിയൻസസ് സെൻസിറ്റിവിറ്റിയോടുകൂടിയും ഡെപ്തോടു കൂടിയിട്ടാണ് ജുംബ ലഹരി പോർട്രേ ചെയ്യുന്നത്. സോ the tone of the novel is reflective and emotional. ഒരു സെൻസ് ഓഫ് inevitable growth. എന്തുകൊണ്ടാണ്? ഗോഗോൾ ഗ്രാജുവലി കംസ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് അക്സെപ്റ്റ്സ് ഹിസ് ഐഡന്റിറ്റി. അപ്പം എന്തൊക്കെ പറഞ്ഞാലും മെച്യൂർ ആയപ്പോൾ ഗോഗോൾ അണ്ടർസ്റ്റുഡ് വേർ ഹി ആക്ച്വലി ബിലോങ് ടു. മെച്യൂരിറ്റി മേഡ് ഹിം റിയലൈസ് ദാറ്റ്. സോ ഒരു ഇന്നവിറ്റബിൾ ഗ്രോത്ത് ആണ്, സെൻസ് ഓഫ് ഇന്നവിറ്റബിൾ ഗ്രോത്ത് ആണ് ഇവിടെ അടുത്ത ടോൺ വരുന്നത്. Gradually, Gogol comes to understanding and accepts his identity. Sense of inevitable growth. ആ ഗ്രോത്ത് മെച്യൂരിറ്റി ഉണ്ടായി കഴിയുമ്പോഴാണ് ആ ഒരു റിയലൈസേഷൻ ഉണ്ടാവുന്നത്. അടുത്തതായിട്ട് കാം ആൻഡ് അണ്ടർസ്റ്റേറ്റഡ് ടോൺ. വൈ? അവോയ്ഡൻസ് ഓഫ് ഡ്രാമാറ്റിക് എക്സാജറേഷൻ while still conveying deep emotional impact. Deep emotional impact convey ചെയ്യുമ്പോഴും dramatic exaggeration avoid ചെയ്തുകൊണ്ടുള്ള ഒരു നോവലാണിത്. So the tone remains calm and understated. In conclusion, the namesake ഒരു powerful exploration of identity, belonging and immigrant experience ആണ്. ഒരു പവർഫുൾ എക്സ്പ്ലോറേഷൻ ആണ്. എന്തിൻ്റെ പവർഫുൾ എക്സ്പ്ലോറേഷൻ ആണ്? ദ എക്സ്പ്ലോറേഷൻ ഓഫ് ഐഡന്റിറ്റി, ബിലോങ്ങിങ് ആൻഡ് ദ ഇമിഗ്രന്റ് എക്സ്പീരിയൻസസ്. ഇമിഗ്രന്റ് എക്സ്പീരിയൻസസിന്റെ പ്രശ്നം അതാണ്. അവർ പുതിയൊരു സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ അവർക്ക് അവരുടേതായ ഒരു പ്ലേസ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടും, മറ്റുള്ളവരെ അവരെ അക്സെപ്റ്റ് ചെയ്യാൻ സമയമെടുക്കും. അവർക്ക് മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ടൈം എടുക്കും. കൾച്ചറൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. പേര് ഗോകുൽ ഗാംഗുലിയുടെ എക്സാമ്പിൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ പേര് തന്നെ അദ്ദേഹത്തിന് ഒരു എംബാരസ്മെന്റ് ആണ്. അങ്ങനെ ഇമിഗ്രന്റ് എക്സ്പീരിയൻസസ്, ഇമിഗ്രന്റ് പീപ്പിൾ they navigate the space between cultures to find themselves. The fact that ഇതൊരു പവർഫുൾ എക്സ്പ്ലോറേഷൻ ഓഫ് ഐഡന്റിറ്റി ആണ്. ഐഡന്റിറ്റി, ബിലോങ്ങിങ് ആൻഡ് ഇമിഗ്രന്റ് എക്സ്പീരിയൻസ്. What does it show? How individuals navigate the space between cultures to find